Welcome to Manorama Horizon's Grade 9 CBSE Physics classes. In we will cover the chapter motion. So we all know that there are lots of objects around us. We have objects. So these objects are objects rest, objects movement, objects motion. Motion objects in motion we will examples birds flying in the sky, planets revolving around the sun, satellites revolving around earth. The blood flow through our veins and arteries. This is a motion example. In simple examples, we just road vehicles movement and down. When wind leaves and branches so objects in rest, objects in motion. Motion motion relative sense consider objects motion but motion example അയാൾക്ക് ഈ വണ്ടിയും ഇതിലുള്ള ആളുകളും മൂവ് ചെയ്യുന്നതായിട്ടാണ് തോന്നുക. പക്ഷേ അയാൾ ഈ ട്രീ നോക്കിയാലോ, ഈ ട്രീ അവിടെ ഒരു റെസ്റ്റിലാണ്. പക്ഷേ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാർ പുറത്തേക്ക് നോക്കിയാൽ അവർക്ക് ആ ട്രീ അവർക്ക് ട്രീ മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ ഈ മോഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുന്ന അനുസരിച്ച് ആരാണോ നോക്കുന്നത് അതിനനുസരിച്ച് മോഷൻ ആണോ റെസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇനി മോഷനെ പറ്റി പറയുമ്പോൾ there are different types of motion. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് മോഷൻ along a straight line ആണ്. There are different types of motion as we already told, like vibrational motion, rotation motion, circular motion. Motion ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് motion along a straight line as well as circular motion എന്താണെന്നും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. Motion എന്താണെന്ന് പറയുന്നതിന് മുന്നേ we have to say what is a reference point. Okay. So ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുവാന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുക. വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്യായിരിക്കും അല്ലേ. പക്ഷെ കുറച്ചുകൂടെ മുന്നേ ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, അടയാളങ്ങളായിരിക്കും അല്ലേ. റോഡ് സൈഡ് കാണുന്ന എന്തെങ്കിലും ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയോ ഒക്കെ അടയാളം പറഞ്ഞിട്ട് പറയും അവിടുന്ന് തിരിഞ്ഞാൽ മതി, ഇവിടുന്ന് നേരെ പോയാൽ മതി, അങ്ങനെയൊക്കെ പറയും. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നേരെ വരുമ്പോൾ ഒരു പാലമുണ്ട്, പാലം കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട്, അല്ലെങ്കിൽ നേരെ വരുമ്പോൾ ഒരു കടയുണ്ട്, കട തിരിഞ്ഞാൽ മൂന്നാമത്തെ വീട്, അങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ പാലവും കടയും ഒക്കെ എന്താണ്, നിങ്ങളുടെ റെഫറൻസ് പോയിന്റ്സ് ആണ് അല്ലേ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള റെഫറൻസ് പോയിന്റ്സ് ആണ്. അപ്പം ടു ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് വി നീഡ് ടു ഹാവ് ദീസ് റെഫറൻസ് പോയിന്റ്സ് ആൻഡ് വി കോൾ ദിസ് പർട്ടിക്കുലർ റെഫറൻസ് പോയിന്റ് ആസ് ഒറിജിൻ. വി ആർ മൂവിങ് ടു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ടേംസ്, വെലോസിറ്റി, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ആസ് വെൽ ആസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതെല്ലാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ കൺസിഡർ ദിസ്. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ ഓൾറെഡി റെഫറൻസ് പോയിന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ ഈ 0 അല്ലെങ്കിൽ ഈ ഇതിനെ നമ്മൾ വെക്കുന്നു. സോ ലെറ്റ് ഇറ്റ് ബി O. So let the reference point or the origin be O. ഇനി ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ് ടു റീച്ച് എ. എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒബ്ജക്റ്റിന് സഞ്ചരിച്ച് എത്തണം. സോ ഇൻ ബിറ്റ്വീൻ ബി സി എന്നൊക്കെ പറയുന്നത് ഓരോരോ പോയിന്റ്സ് ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ പാത്തിലെ ഓരോരോ പോയിന്റ്സ് ആണ്. അപ്പം ഈ മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ പറയുമ്പോൾ നമ്മളിവിടെ കുറച്ച് ടേംസ് ഡിഫൈൻ ചെയ്യും. പാത്ത് ലെങ്ത്, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, അങ്ങനെയൊക്കെ. സോ ഇവിടെ ഇനീഷ്യലി നമ്മൾ പാത്ത് ലെങ്ത് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഈ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്ന് എ എന്ന പോയിന്റ് വരെ എത്താൻ എടുക്കുന്ന ദൂരം അത് എത്രയാണ്? as we can see this will be 60 കിലോമീറ്റർ. സോ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എ വരെ എത്താൻ വേണ്ടി 60 കിലോമീറ്റർ ഉണ്ട്. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് സിയിലേക്ക് തിരിച്ചു പോയി എന്ന് വയ്ക്കാം. സോ ദിസ് വിൽ ബി 35 കിലോമീറ്റർ. സോ ഈ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്ന് എ വരെ പോയി തിരിച്ച് സി വരെ എത്താൻ എടുത്ത ഡിസ്റ്റൻസ് അതിനെ നമ്മൾ പാത്ത് ലെങ്ത് എന്ന് പറയും. സോ ഹിയർ ദി പാത്ത് ലെങ്ത് ഇൻ ദിസ് കേസ് വിൽ ബി എന്താണ്? ദ പാത്ത് ലെങ്ത് വിൽ ബി 60 പ്ലസ് 35 ദാറ്റ്സ് ഈക്വൽ ടു 95 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ another
എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് എ വരെ എത്തിയെന്ന് വെക്കാം. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പം ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദിസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 കിലോമീറ്റർ തന്നെയായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ദി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ 60 തന്നെയായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ ആൻഡ് ദി ഫൈനൽ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. സോ ടു ഡിഫൈൻ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനീഷ്യൽ ആൻഡ് ദി ഫൈനൽ പൊസിഷൻ. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിളിൽ ഒബ്ജക്റ്റ് 0-ൽ നിന്ന് തുടങ്ങി എ പോയി തിരിച്ച് സി വന്നപ്പോഴത്തേക്കും അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 95 കിലോമീറ്റർ ആയിരുന്നു. പക്ഷെ അതിന് ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ 25 കിലോമീറ്റർ മാത്രമായിരിക്കും. കാരണം അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്, ഫൈനൽ പൊസിഷൻ 25 ഓക്കെ. പക്ഷേ സെക്കൻഡ് കേസ് വരുമ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റ് 0-ൽ നിന്ന് പോയിന്റ് എ വരെ എത്താനെടുത്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴൊന്നും ഈക്വൽ ആയിരിക്കത്തില്ല. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് എ വരെ പോയി എഗെയിൻ ഇറ്റ് റിട്ടേൺ ടു ദി ഒറിജിൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 60 + 60 ആയിരിക്കും അല്ലേ? സോ ദി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് വിൽ ബി 120 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്, അതായത് ഇത് ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്ത് എ വരെ പോയി ബാക്ക് ടു ഒറിജിൻ എത്താൻ എടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ബിക്കോസ് ഇറ്റ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇസ് ദി സെയിം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദിസ് കേസ് വിൽ ബി 0. അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഐ ഹോപ്പ് യു ഓൾ understood this. So now we move to uniform motion and non-uniform motion. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം ഇൻ മോഷൻ ആണെന്ന് വെക്കാം. സോ ദാറ്റ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണെങ്കിൽ നമ്മളതിനെ ആ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെന്ന് പറയും. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷൻ എയിലിരിക്കുവാണ്, അത് ബി വരെ എത്താൻ വേണ്ടിയിട്ട് ഒരു 5 സെക്കൻഡ്സ് എടുത്തു. ആൻഡ് എ ടു ബി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണെന്ന് വെക്കാം. സോ അഗെയിൻ ബി ടു സി വരെ എത്താൻ വേണ്ടിയിട്ടും അത് 5 സെക്കൻഡ്സ് എടുത്തു. ദാറ്റ് ഈസ് അഗെയിൻ 10 മീറ്റർ. അങ്ങനെ ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. So as the object covers equal distances in equal interval of time. So equal distance in equal interval of time ആണെങ്കിൽ we say that the object is in uniform motion. In a non-uniform motion എന്ന് പറയുമ്പോൾ എന്താണ്? It covers unequal distance in equal interval of time. അല്ലെങ്കിൽ ഒരു particular time intervalൽ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഈ 10 മീറ്റർ 5 സെക്കൻഡ്സ് കവർ ചെയ്തെങ്കിൽ ഇവിടെ ഒരു 15 മീറ്റർ ആയിരിക്കും 5 സെക്കൻഡ്സ് കവർ ചെയ്യുക. അതിനുശേഷം ചിലപ്പം ഒരു 12 മീറ്റർ ആയിരിക്കും 5 സെക്കൻഡ്സ് കവർ ചെയ്യുക. അങ്ങനത്തെ മോഷനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. സോ ടു മെഷർ ദി റേറ്റ് ഓഫ് മോഷൻ, ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, യൂണിഫോം മോഷനിൽ എന്താണ്? ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ആ റേറ്റ് ഓഫ് മോഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി ആണ് സ്പീഡ്. ഓക്കെ, സോ സ്പീഡ് ഇസ് ദി ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം. ഇനി ഈ സ്പീഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ഫോർ നോൺ യൂണിഫോം മോഷൻ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ, നോൺ യൂണിഫോം മോഷനിൽ. അപ്പോൾ സ്പീഡിനെ നമുക്ക് ആക്ച്വലി ആവറേജ് സ്പീഡ് എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ദി ആവറേജ് സ്പീഡ് വിൽ ബി ദി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം taken. So if s is the distance covered in time t ആണെങ്കിൽ average സ്പീഡിനെ നമുക്ക് s by t എന്ന് പറയാം. Okay, so speed is the distance covered in unit time or average speed is the total distance covered by total time taken. ഇനി SI unit of speed എന്താണ്? SI unit of speed is meter per second. ഇനി other units include centimeter per second അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ, ഇതൊക്കെ അതർ യൂണിറ്റ്സ് ഓഫ് സ്പീഡാണ്. ഓക്കെ, സോ ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ നിങ്ങൾക്കൊരു സ്പീഡ് ലിമിറ്റ് ബോർഡൊക്കെ കാണാം അല്ലേ. സോ ഇതിൽ ഈ ടേം ഡിഫൈൻ ചെയ്യുന്നത് ഇത് യൂണിറ്റ് ഓഫ് സ്പീഡാണ്. ഓക്കെ, സോ ഫ്രം ദർ വി മൂവ് ടു വെലോസിറ്റി.
അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പീഡ് പറഞ്ഞപ്പോൾ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ടൈം ടേക്കൺ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ ഇഫ് യു കൺസിഡർ ദ സ്പീഡ് അലോങ് വിത്ത് ദ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്ത് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ദി വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് ആക്ച്വലി ദ സ്പീഡ് ഓഫ് എ പെർട്ടിക്കുലർ ബോഡി ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. സോ വെലോസിറ്റിയുടെ SI യൂണിറ്റും it will be same as meter per second. So the SI unit of velocity will be meter per second തന്നെയാണ്. ഇനി അതുപോലെ തന്നെ to find the average velocity is given by V average is equal to U plus V by 2, where U is the initial velocity and V is the final velocity. So this equation will give the average velocity of a body. We already discussed that എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ക്യാൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ, അല്ലെങ്കിൽ ദാറ്റ് ചേഞ്ച് ക്യാൻ ഓൾസോ ബി നോൺ യൂണിഫോം. അതുപോലെ തന്നെ ആൻ ഓബ്ജക്ട്സ് വെലോസിറ്റി ക്യാൻ ഓൾസോ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ വെലോസിറ്റി ചേഞ്ചും ഇറ്റ് ക്യാൻ ബി യൂണിഫോം ആസ് വെൽ ആസ് നോൺ യൂണിഫോം. സോ ടു ഡിഫൈൻ ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വി ഡിഫൈൻ ദി ആക്സിലറേഷൻ ഓഫ് എ body. So acceleration can be defined as the change in velocity with respect to the time taken. If V and U are the initial and final velocities of a body, then the acceleration of a body is V minus U by T. Okay, so the SI unit of acceleration is meter per second square. So this acceleration can also be uniform or non-uniform. So in a uniform accelerated motion, the change in velocity with respect to time എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആയിരിക്കും. സോ ഈക്വൽ ടൈമിൽ, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും സംഭവിക്കുക. ഇൻ എ നോൺ ആക്സിലറേറ്റഡ് മോഷൻ എന്താണ്, ദർ വിൽ ബി അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ നൗ വി മൂവ് ടു ദി ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. നമ്മൾ എപ്പോഴും ഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത് ടു സിംപ്ലിഫൈ ദി ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി യൂസ് ദിസ് ടെക്നിക് ഓഫ് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ 2 types ഓഫ് ഗ്രാഫ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. That is the position time graph as well as the velocity time graph. Okay, so we are going to discuss about these 2 types of graphs. So first one is the distance time graph or the position time graph. So in distance time graph എന്താണ്, നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം കാണാൻ പറ്റും. ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം കാണാം. സോ ഇഫ് യു പ്ലോട്ട് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കുക? We take the time in the x-axis and we take distance in the y-axis. Okay, so distance time graph വരയ്ക്കുമ്പോൾ നമ്മൾ ടൈം x-axisലും ഡിസ്റ്റൻസ് നമ്മൾ y-axisലും എടുക്കും. ഇനി അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനും കൂടെ നമുക്കിവിടെ പറഞ്ഞു പോകാം. സോ വി ഓൾറെഡി ടോൾഡ് അബൌട്ട് എന്ത്, യൂണിഫോം മോഷൻ അല്ലേ. യൂണിഫോം മോഷനിൽ എന്താണ്, ദി ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. So the distance time graph for a uniform motion will be a straight line. അതായത് ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഓരോരോ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഫോർ ആൻ ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇനി ഐഡിയ. സോ വി ടേക്ക് ടൈം ഇൻ എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ ഓർ ദി ഡിസ്റ്റൻസ് ഇൻ വൈ ആക്സിസ്. So റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വിൽ ബി എ ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദി, വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദി ടൈം ആക്സിസ്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഫോർ എ നോൺ യൂണിഫോം മോഷൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, യൂണിഫോം മോഷൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. സോ നോൺ യൂണിഫോം മോഷൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് need not be a straight line. So it can take any shapes like this. ഇനി ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ദി ബോഡി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ടേക്ക് ദിസ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. സോ ഇൻ യു സീ ദിസ്, യു ക്യാൻ സീ ഫോർ 2 ടൈം ഇൻസ്റ്റൻസ് വി ഹാവ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റൻസസ്. T1 എന്ന ടൈമിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദി പൊസിഷൻ ഓഫ് ദി ബോഡി ഈസ് ദിസ് വൺ ആൻഡ് T2 ടൈമിലെ പൊസിഷൻ ഓഫ് ദി ബോഡി ഈസ് ദിസ് വൺ അല്ലേ. സോ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഡേറ്റ, ദിസ് സെറ്റ് ഓഫ് ഡേറ്റ നമുക്ക് വെലോസിറ്റി ഓഫ് ദി ബോഡി കാണാനായിട്ട് പറ്റും. സോ ദി വെലോസിറ്റി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ, it will be the change in position, velocity will be the change in position with respect to time. So that will be the S2 minus S1 by T2 minus T1 എന്ന് പറയാം. സോ ഈ രണ്ട് പോയിന്റ്സിന് നമ്മൾ S2
S1 എന്ന് പറയും, corresponding to time t2 and t1. So the velocity can be obtained from a distance time graph using this equation s2 minus s1 by t2 minus t1. Now we are going to plot a distance time graph with this data. As we already discussed, we will be plotting time in this axis, x axis, and distance in y axis. Okay, so here we are going to take the interval 0, 2, 4, 6, 8, 10, 12, etc. And distance interval ningal nokkumbol thanne kaanan pattum, it is not uniform. Okay, so we will take the interval like 10, 20, 30, 40, etc. So at time 2, the distance, at time 0, the body is at the position 0. At time 2, the body is at the position 1. So let it be somewhere here. Okay, at time 4, the body is at a position 4. Now at 6 seconds, the body is at a position 9. Again at 8 seconds, the body is at a position 16. At 10, the body is at a position 25. At 12, the body will be at a position 36. So from this graph, you can see that this is not a straight line, or this graph corresponds to a non-uniform motion of a body. Okay, I hope this is clear for you. We just take the time in x-axis as well as distance in y-axis, and we plotted a graph using the data given here. So now we are going to plot a velocity time graph. So a velocity time graph we main to find the change in velocity with respect to time. So velocity time graph we time in x-axis, velocity in y-axis plotting. Okay, so consider a velocity time graph like this. So this graph it's a straight line that is parallel to the time axis. So this corresponds to what? It corresponds to a constant velocity അല്ലെങ്കിൽ a uniform motion. So the uniform motion velocity time graph ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു velocity time graph ൽ നിന്ന് നമുക്ക് എന്താണ് the distance covered by the body in a particular time interval കാണാനായിട്ട് പറ്റും. So we know that the product of velocity and time ആണ് എന്ത് തരുന്നത്? Displacement തരുന്നത് അല്ലേ? So അതുപോലെ തന്നെ the area enclosed by a velocity time graph നമുക്ക് എന്ത് തരും? It will give the magnitude of displacement. For a velocity time graph ൽ നിന്ന് എന്താണ് the area enclosed by the velocity time graph and the time axis നമുക്ക് എന്ത് തരും? Magnitude of the displacement in any particular time interval തരും. So as we already told, എന്താണ് area enclosed by the velocity time graph will be equal to the magnitude of the displacement. So let's explain this. Okay, so ഇപ്പോൾ നമ്മൾ already പറഞ്ഞ velocity time graph എടുക്കുന്നു. So it will have time in x-axis and velocity in y-axis, and that was a straight line that is parallel to the time axis. Okay, so consider two time intervals t1 and t2 and the area under this graph. So this will give the displacement of that body in that particular time interval t1 to t2. So the displacement can be obtained using this particular area of this area enclosed by this graph. So that will be v into t2 minus t1. Okay. So moving on to this question. So ഇവിടെ നമ്മളൊരു velocity time graph വരയ്ക്കാൻ പോവാണ് with the given set of data. So as we already discussed, we will be taking the time in the x-axis and velocity in the y-axis. Again time interval will be 0, 5, 10, 15, 20, 25 and 30. (20, 25 and 30). Okay, so the velocity is 0, 2.5, 5, 7.5 up to 50. So let the interval here be 5, 10, 15, 20, 25 and 30. Okay, so at time 0, the velocity of the body is 0. At time 5, the velocity of the body will be 2.5. At 10, it is 5. At 15, it is 7.5.
at 20 it is 10, 25 it will be 12.5 and 30 it is 50. So you can see that this gives a straight line or this corresponds to എന്താണ് ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർ ഇറ്റ് വിൽ ബി ഈക്വൽ ഫോർ ഈക്വൽ ഇൻ്റർവെൽസ്. അപ്പം ദിസ് കറസ്പോണ്ട്സ് ടു എ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി അണ്ടർ ഫോർ എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ കാണാനായിട്ട് പറ്റും. സോ ലെറ്റ് us കൺസിഡർ ദി ഏരിയ അണ്ടർ ദിസ് particular time interval. Okay, so let us mark it as T1 and T2. ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ the displacement of the body കാണാനായിട്ട് പറ്റും. എങ്ങനെ? the area under this particular graph. Okay, so that will be same as area of this trapezium. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു trapezium ആണ് ഫോം ചെയ്യുന്നത്. അപ്പം area under this trapezium will give as a displacement of this body in this particular time instant T1 to T2. So this figure shows the different types of velocity time graph. So ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So it shows a uniform accelerated motion ആണ്. Then this graph will give a uniform velocity. അല്ലേ? And again this corresponds to retardation. അതായത് velocity time graph plot ചെയ്താൽ as we plot a velocity time graph for a uniform accelerated motion, the one we discussed in the previous question, എന്താണ്? It gives a straight line. Okay, now the velocity time graph for a uniform velocity motion എന്ന് പറയുന്നത് it will be a line that is parallel to the time axis ആയിരിക്കും. Again, for a motion with a non-uniform acceleration, it need not be a straight line. Now we are going to define the equations of motion by the graphical method. So ഈ മൂന്ന് equations of motion നമ്മൾ ഇന്ന് define ചെയ്യാൻ പോവാണ്. From the velocity time graph, we are going to find out these three equations of motion, or we are going to derive these three equations of motion. So the first equation is v equal to u plus at. The second equation is s equal to ut plus half at square, and the third equation is v square minus u square equals 2as. So as we already told, നമ്മൾ equations of motion ആണ്. So we have three equations of motion: v equal to u plus at, s equal to ut plus half at square, and v square minus u square equals 2as. അപ്പം ഈ ഓരോ റിലേഷനും എന്തിനെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്? സോ ദി ഫസ്റ്റ് റിലേഷൻ, അതായത് v equal to u plus at corresponds to the velocity time relation. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ കാണിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് ഇക്വേഷൻ s equal to ut plus half at square എന്ത് കാണിക്കും? ഇറ്റ് ഷോസ് എ പൊസിഷൻ ടൈം റിലേഷൻ. ആൻഡ് ദി ഫൈനൽ ഇക്വേഷൻ 2as equals v square minus u square corresponds to the position velocity relation. Okay, so moving on to the velocity time relation, v equal to u plus at നമുക്ക് velocity time graphil നിന്ന് derive ചെയ്യാനായിട്ട് പറ്റും. So consider this velocity time graph. So ഈ ഗ്രാഫിൽ time in y axis, time in x axis, velocity in y axis, and this corresponds to a uniform accelerated motion. അല്ലേ? So this is a straight line. This graph is a straight line. അപ്പോൾ ഈ ഗ്രാഫ് ഒരു uniform accelerated motion ആണ് കാണിക്കുന്നത്. So from this graph, we can see that at the initial time 0, എന്താണ്? The initial velocity is u. Okay, at final time t, the velocity is v. Okay, so initial velocity is u, final velocity is v over a time t. So from this relation, acceleration is equal to change in velocity by time. അതായത് a is equal to v minus u by t. നമുക്ക് എന്ത് കാണാം? On rearranging this, we will get this first equation of motion. So acceleration is change in velocity, final velocity minus initial velocity by time. So v minus u equals a into t, or v equal to, take this into this side, v equal to u plus at. So this equation is the first equation of motion that relates velocity and time. Okay, now moving on to the second equation, that is s equal to ut plus half at square. So ഈ velocity time relation നമ്മൾ already പറഞ്ഞു അല്ലേ? The area under a particular time instant will give the displacement of that body in that time interval. ഇനി നമ്മൾ we have to consider this from, we are going to consider this from time 0 to t. The initial and final velocities are also given. So the area under this graph is എന്താണ്? The area of the trapezium ആണ്.
So the displacement S എന്ന് പറയുന്നത് it will be equal to this area of this trapezium, or here we are going to split it as the area of this rectangle plus area of this triangle. Okay, so ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെയും കൂടി ഏരിയ നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ഏരിയ ഓഫ് rectangle ADCO plus area of triangle ABD. Okay, so area of this rectangle പറയുന്നത് എന്താണ്? This distance is u, അല്ലേ? And this is time t. So the area will be u into t. So S equal to u into t plus area of this triangle, alright, that will be half into this distance will be v minus u, alright. The total is v, so v minus u will give this value. So half into v minus u into t. Okay, now from first equation we know that v minus u endana? V minus u is 80, alright. First equation v minus u is 80. So we will substitute here as S equal to ut plus half into v minus u ന് പകരം 80 substitute ചെയ്തു into t. So that is equal to S equal to ut plus half 80 square. So thus we got the second equation, S equal to ut plus half 80 square, which relates position and time. So moving on to the third relation, the velocity and position relation. So that is 2as is v square minus u square. So we already പറഞ്ഞതുപോലെ തന്നെ the area under this particular graph for this particular time range will give the displacement. അല്ലേ? So ഇവിടെ നമ്മൾ area of the trapezium consider ചെയ്യുവാണ്. എന്താണ് area of the trapezium? Is half into length of parallel sum of length of parallel sides into distance between them. So parallel sides എന്താണ്? u and this total distance is v and distance between them നമ്മൾ t എന്ന് വിളിച്ചു. അല്ലേ? So S equal to എന്താണ്? S equal to half into u plus v into t. Okay. ഇനി from first equation of motion we are going to substitute for this t. Okay. So we know that v minus u by t is equal to a, which implies t is equal to v minus u by a. So substituting it here, S equal to half into u plus v into v minus u by a, or rearranging it will be half into v plus u into v minus u by a, that will be half 1 by 2 a into v square minus u square. So here it is of the form v plus u into v minus u. So we can write it as v square minus u square, or on rearranging this we will get 2as equal to v square minus u square. So that is the third equation of motion. So thus we derived all the three equations of motion. So far we discussed about the motion along a straight line. So here നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളൊരു already നമ്മൾ പറഞ്ഞു എന്താണ്? There will be change in position with respect to time, there will be change in velocity with respect to time, അല്ലേ? So consider a case where there is no change in speed or no change in magnitude of velocity with respect to time, but there is change only in direction. So അങ്ങനത്തെ ഒരു കേസ് ആണ് എന്ത്? Circular motion. So consider a body that is moving along a circle, അല്ലെങ്കിൽ ഒരു cyclist that's moving in a circular track ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ there is no change in the magnitude of velocity, but there is change in the direction of motion for each instant of time. അതാണ് circular motion നടക്കുന്നത്. അപ്പോൾ ഒരു body covers, if a body covers a circle that is of circumference 2 pi r. So if a body covers a circle of circumference 2 pi r in time t, then its velocity will be 2 pi r by t എന്ന് നമുക്ക് പറയാൻ പറ്റും. Again, a uniform circular motion means if a body or an object covers a circular path with a uniform speed. അങ്ങനത്തെ മോഷനെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. So examples for a circular motion പറയുവാണെങ്കിൽ it will be the
planets that revolve around, or the satellites that revolve around the planets, അല്ലെങ്കിൽ the motion of a already we discussed അല്ലേ, ഒരു cyclist motion around a circular track, ഇതൊക്കെ നമുക്ക് circular motion examples ആയിട്ട് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ consider we have a string and a stone ഉണ്ടെന്ന് വെക്കാം. So you tie the stone at the end of a string, അതിനുശേഷം നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തു അല്ലേ. സോ ഒരു കുറച്ച് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്ക് അതിനൊരു യൂണിഫോം സർക്കുലർ മോഷനിലാവും. At any particular instant, if we drop that string, അങ്ങനെ വരുമ്പോഴത്തേക്കും what do you think? ആ സ്റ്റോൺ ഏത് പാത്ത് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? whether it will fall down, അല്ലെങ്കിൽ ആ സർക്കുലർ മോഷനിൽ കണ്ടിന്യൂ ചെയ്യുമോ, അതോ അത് ഇതിലെങ്കിലും പോകുമോ? So what will be the motion of that particular stone at that instant? Actually, a stone will move in a direction of motion at that particular instant. ഏത് ടൈമിലാണോ നമ്മൾ ആ സ്റ്റോൺ റിലീസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ സർക്കുലർ മോഷനിൽ നിന്ന് നമ്മുടെ ആ സ്റ്റോൺ റിലീസ് ചെയ്തത്, ആ ടൈമിലെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ തന്നെ ആ സ്റ്റോണിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്ത് പോവും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് കംപ്ലീറ്റ്ലി ക്ലിയർ ഫോർ യു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്യൂ പ്രോബ്ലംസ്. Okay, based on the equations of motion. Equations of motion is a very important topic, and നിങ്ങൾക്ക് എന്തായാലും ഇതിന് questions ചോദിക്കുന്നതാണ്. So consider this question. A train is traveling from rest, attains a velocity of 72 km per hour in 5 minutes. Now, assuming that the acceleration is uniform, find the acceleration and the distance traveled by the train for attaining this velocity. So let's write down the given data. Okay, so initially എന്താ തന്നിരിക്കുന്നത്? A train is starting from rest, which means its initial velocity is 0. Okay, and it attains the velocity of 72 km per hour, which means its final velocity will be 72 km per hour. So we have to convert it into meter per second. So we will multiply it with 5 by 18. 18 into 4, that will be 20 meter per second ആയിരിക്കും അതിൻ്റെ final velocity. And the time is 5 minutes. Okay, so 5 minutes we have to convert it into second. 5 into 60, that is 300 second. ഇനി എന്താ കാണണ്ടേ? We have to find the acceleration first. So from the first equation of motion, അല്ലേ, ഇവിടെ ഏത് equation നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? We can use the first equation of motion that relates the velocity and time. So we have v minus u equal to at. So from this relation we can find the acceleration, or a is equal to v minus u by t. So the final velocity is 20 minus initial velocity is 0 by 300. Okay, so that will be 20 by 300, or 1 by 15 meter per second square. Now the second section is we have to find the distance traveled by the train for attaining this velocity. So to find the distance traveled, we can use the second equation, s equal to ut plus half at square. U is 0, so first term becomes 0, and substituting for acceleration and time is 300 second. Alle? So on calculating this, 2 into 15, 30, 300 by 30, 10, so that will be 3000 meter or 3 kilometer. So this we got the acceleration of the train as well as the distance travel to attain this velocity. Okay, so moving on to another question. So state which of the following situations are possible, and we have to give an example. So the first case is an object with constant acceleration but with 0 velocity. Then example ആയിട്ട് പറയുവാണെങ്കിൽ consider an object that we are throwing up. അല്ലേ, ഇനി ഒബ്ജക്റ്റ് ഉണ്ട് at the highest position, its velocity will be 0, but acceleration എന്താണ്? Acceleration will be the acceleration due to gravity, which is a constant. So for the first question we can state that an object that we throw up that attains a maximum height and then falling down. So another question is an object that is moving in a certain direction with an acceleration in the perpendicular direction. So the answer for this question is circular motion. അവിടെ എന്താണ്? The acceleration will be directed towards the center, and also the object at every instant of time the object will be moving in a particular direction. Okay,
So that is the answer for B. Now, answer this question where the nature of the distance time graph for uniform and non-uniform motion of an object. Actually, we in this session already discussed the distance time graph. Consider a distance time graph, the time in x-axis and distance in y-axis. So, for a distance time graph for a uniform motion, it will be a straight line. Okay, so the distance time graph for a uniform motion will be a straight line, and for a non-uniform motion, the distance time graph need not be a straight line. This can actually take any shape. Okay. Now moving on to the next question. What can you say about the motion of an object whose distance time graph is a straight line that is parallel to the time axis? So, consider a distance time graph. So, what you can say about a distance time graph that is parallel to the time axis? So, what you can say about the motion of an object that is a straight line that is parallel to the time axis? So, from this we can see that for every instant of time the distance is not changing, or we can say that here the object is at rest. So, the distance time graph for an object at rest it's a straight line that is parallel to the time axis. Okay. So, next one, what can you say about the motion of an object if the speed time graph is a straight line parallel to the time axis? Okay. So, in a velocity time graph, if it's if the graph is a straight line that is parallel to the time axis, it is the type of motion. This will be the graph of a uniform motion where there is no change in velocity with respect to the time. Okay. So in this session we discussed about the motion of an object along a straight line as well as circular motion. We discussed about the velocity, speed, acceleration as well as the representation of motion through graphs, right? The position time graph, velocity time graph, and equations of motion. Okay. So this is a very important topic, and equations of motion is all year questions. So make sure that you learn this portion thoroughly. As well as, if you questions solve. So to learn more about this chapter as well as to learn more in physics, make sure to visit the Manorama Horizon website. So there are practice questions, better classes available. So I hope this class is clear for you all, and thank you. Manorama Horizon, learning made simple.